നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 28, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായിട്ട് 2 ട്രേഡിംഗ് സെക്ഷനിലെ നേട്ടത്തോടു കൂടിയിട്ടുള്ള വ്യാപാരത്തിന് ശേഷം ഇന്ന് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തുടർന്ന് നിഫ്റ്റിക്ക് ഇന്ന് 26,280 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് നിഫ്റ്റിയിൽ വളരെ നാരോ ആയ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായുള്ളൂ. കഷ്ടിച്ച് 110 പോയിന്റുകളുടെ. മാത്രവുമല്ല 26,172 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 12 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,202 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 13 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റി ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 15 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് വരുമ്പോൾ 1401 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1434 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിൽ BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഫ്ലാറ്റ് ആയിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ, മീഡിയ, ഓട്ടോ തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടം കൈവരിക്കാനായപ്പോൾ പവർ, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അദാനി എന്റർപ്രൈസസ്, M&M, അദാനി പോർട്സ്, സൺ ഫാർമ, SBI തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ SBI ലൈഫ് ഇൻഷുറൻസ്, ശ്രീറാം ഫൈനാൻസ്, HDFC ലൈഫ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് ഇന്ത്യൻ രൂപ വീണ്ടും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 15 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 89.45 എന്ന ലെവലിൽ റെക്കോർഡ് ഓൾ ടൈം ലോയുടെ അടുത്തായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇന്ന് വൈകുന്നേരം 5:30 ഇന്ത്യയുടെ GDP ഡേറ്റയുടെ റിസൾട്ട് ഉള്ളതിനാൽ തന്നെ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും മാർക്കറ്റിൽ ജാഗ്രത പുലർത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒത്തിരിയേറെ ഘടകങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് തുടർച്ചയായി ഇന്ന് 5ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും തിങ്കളാഴ്ച തുടങ്ങി ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. തൽഫലമായി ഇന്ത്യ വിക്സിന് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ, അതായത് ഒക്ടോബർ മാസം 24 ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടും ഇന്ത്യ വിക്സിന് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 314 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്ത്യൻ, ഹോങ്കോങ്, കൊറിയൻ, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നിലവിൽ 0.5% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് $4,175 പെർ ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സുദീപ് ഫാർമ ഇന്ന് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. IPO പ്രൈസിൽ നിന്നും 24% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി തുടർന്ന് 8% നേട്ടവും ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിന് കൈവരിക്കുവാനുമായി. വിദ്യ വയേഴ്സ് IPO വരുന്ന ആഴ്ചയിൽ ബുധനാഴ്ച ഡിസംബർ 3 ഓപ്പൺ ആകും. IPOയുടെ പ്രൈസ് ബാൻഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. 48 രൂപ മുതൽ 52 രൂപ വരെയായിട്ടാണ് പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എംക്യു ഫാർമ ഈ ആഴ്ച ആദ്യം മഹാരാഷ്ട്ര ചരക്ക് സേവന നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കമ്പനിയുടെ മുംബൈയിലെ ഓഫീസിൽ ഒരു പരിശോധനയും പിടിച്ചെടുക്കലും നടത്തിയതായിട്ട് ഇന്ന് കമ്പനി അധികാരികളുടെ ഭാഗത്ത് നിന്നും ഒരു വെളിപ്പെടുത്തൽ വരികയുണ്ടായി. വീർ ഹെൽത്ത് കെയർ ലിമിറ്റഡ് ഒരു സ്വകാര്യ ലേബലിൽ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഒരു പ്രമുഖ FMCG കമ്പനിയിൽ നിന്ന് 1.72 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഷാഷജിത്ത് ഇൻഫ്രാ പ്രൊജക്ട്സ് 2.25 മുതൽ 2.5 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ലിമിറ്റഡ് 100.8 മെഗാവാട്ട് ഹൈബ്രിഡ് പുനരുപയോഗ ഊർജ്ജ നിലയം സ്ഥാപിക്കുന്നതിന് പിന്തുണ നൽകാനായി പ്രിഫറൻഷ്യൽ ഷെയർ സബ്സ്ക്രിപ്ഷൻ വഴി ജീലോസ് സോളർ ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിലെ 26% വരുന്ന ഓഹരികൾ കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. സീഗൾ ഇന്ത്യ മധ്യപ്രദേശ്
റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും 1809 കോടി രൂപ മൂല്യം വരുന്ന പുതിയ പ്രോജക്ട് കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.